TV ഓണാക്കിയപ്പോൾ ഷാലോം ചാനൽ കാണാൻ ഇടയായി. ആരാധനയിൽ പോയി തൊട്ട് ആ കൊച്ചിൻ്റെ അപ്പൻ്റെ കണ്ണിൽ കൊണ്ടുപോയി കൈവച്ചപ്പോൾ ആ കൊച്ചിൻ്റെ അപ്പൻ്റെ കണ്ണിന് കാഴ്ച കിട്ടിയെന്നാണ് ആ സാക്ഷ്യം പറയുന്നത്. ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു രക്ഷയില്ല, മരിക്കുകയുള്ളൂ. അപ്പോൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ, ഇനി ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞു. എൻ്റെ ചെവിടിലൂടെ ഒരു കാറ്റ് വന്നടിച്ച് എന്നെ വീഴ്ത്തിയിടുന്ന പോലെയായിരുന്നു എൻ്റെ ആ സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം ഞാൻ കസാരയിൽ പിടിച്ച് ഇങ്ങനെ ഇരുന്നു അവിടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എന്നോടൊപ്പം ഒരു ബ്രദറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ എന്നാണ്. അദ്ദേഹം അമേരിക്കയിൽ ഒരു ചെറിയ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് ഈശോയെ തിരിച്ചറിയുന്നതിന് ഒരവസരമുണ്ടായി. ആ ഈശോയെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തീരുമാനമെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വൈദ്യനെ എന്ന നിലയിൽ എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഭാരതത്തിലെ ആദ്യത്തെ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള വിശ്വാസ പരിശീലന കേന്ദ്രം അദ്ദേഹം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. സ്വന്തം ഇനീഷ്യേറ്റീവിൽ, സ്വന്തം പരിശ്രമത്തിൽ. ഇതൊരാദ്യത്തെ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഈ സുനി ബ്രദറിനെ പരിചയപ്പെടുത്തുന്നു. നമുക്ക് ബ്രദറിൽ നിന്നും നേരിട്ടറിയാം ബ്രദറിൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ എന്താണ്, ബ്രദർ എങ്ങനെയാണ് ഈശോയെ തിരിച്ചറിഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ ബ്രദറിൽ നിന്ന് നമുക്ക് നേരിട്ട് ശ്രവിക്കാം. കർത്താവ് അങ്ങനെ ഒരു കൃപ 2017 എനിക്ക് കിട്ടിയത്. 2017 വരെ ഞാൻ ലോകത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വ്യാപൃതനായിരുന്നു. മദ്യപാനം, വേൾഡിലി ഒരു പേഴ്സണായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കർത്താവ് എനിക്കൊരു അസുഖം പോലെ, എനിക്ക് കാലിനൊരു വേദന വരുവാനും കാലിന് യൂറിക് ആസിഡ് കൂടി കാലിന് നടക്കാൻ വയ്യാത്ത ഒരു അസുഖം പോലെ എനിക്ക് അത് അനുഭവപ്പെടുകയൊക്കെ ചെയ്തു. ആ സമയത്താണ് ഞാനിങ്ങനെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, മോനെ നിന്നെ ഈശോ സുഖമാക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ കർത്താവിലൊന്നും വിശ്വസിക്കാത്തൊരു വ്യക്തിയായിരുന്നു. കർത്താവിലൊന്നും ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നില്ല. എന്നാൽ ഞാൻ ഈശോയ്ക്ക് എതിരായിട്ടൊന്നും പ്രവർത്തിച്ചില്ലെങ്കിലും ഞാൻ മദ്യപാനം, മദ്യക്കച്ചവടം ഇതെല്ലാം നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു അണ്ടിൽ 2017 വരെ. 2017 ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതും അതിനുശേഷമാണ് ഞാൻ കർത്താവിനെ തിരിച്ചറിയുന്നതും. അപ്പോൾ ഞാൻ നന്നായി മദ്യപിക്കും, എൻ്റെ അപ്പൻ നന്നായി മദ്യപിക്കും, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മദ്യം കഴിക്കും. അപ്പോൾ ഈ മദ്യപാനത്തിൽ നിന്നാണ് എനിക്ക് കൂടുതലായിട്ട് ഈ യൂറിക് ആസിഡിൻ്റെയും ഇതിൻ്റെ എല്ലാം ഈ അസുഖം എനിക്ക് പിടിപെട്ടത് സഹോദരങ്ങൾ. അപ്പോൾ ആ ഒരു മദ്യപാനത്തിൽ നിന്നാണ് ഇങ്ങനെ തിരിച്ചറിവുണ്ടായതും ഈ TV കാണാനിടയായതും. അതിനുശേഷം ഈ ആൻറ്റി പറഞ്ഞു, നീ ഷാലോം TV ആണ് എന്ന് ആൻറ്റി പറഞ്ഞു. ഷാലോം TVയിൽ ഇങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ വരും. അപ്പോൾ ഈ സാക്ഷ്യം കേട്ടാൽ നിന്നെ ഈശോ തൊടുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒത്തിരി സാക്ഷ്യം ഞാൻ കേട്ടതാ, ഇനിയിപ്പോൾ സാക്ഷ്യം കേൾക്കാൻ ഒന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചത്, എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഈ സാക്ഷ്യങ്ങളെല്ലാം ഇങ്ങനെ ഈ റെക്കോർഡ് ചെയ്ത് ഓരോരുത്തരെയും കൊണ്ട് പൈസ കൊടുത്തൊക്കെ ഇങ്ങനെ പറയിപ്പിച്ച് ഇതിലിടുന്നതെന്നാണ് എൻ്റെ ഒരു വിചാരം അന്നത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ സഹോദരങ്ങളെ, ഈ ആൻറ്റി പോവാൻ ഇടയായി. ആൻറ്റി ഇറങ്ങിയതോടുകൂടി ഞാൻ TV ഓണാക്കിയപ്പോൾ ഷാലോം ചാനൽ കാണാൻ ഇടയായി. ആ ഷാലോം ചാനൽ കണ്ടപ്പോൾ അതിലാണ് എനിക്ക് ഒരു സാക്ഷ്യം എന്നെ ടച്ച് ചെയ്തത്. പാലയിലുള്ള ഒരു ആ കൊച്ചിൻ്റെ അപ്പന് കണ്ണ് കാണില്ല. 3 വർഷമായിട്ട് കണ്ണ് കാണാതിരുന്ന ഈ അപ്പനെ ഈ കൊച്ച് ആരാധനയിൽ ഷാലോമിൽ കണ്ടൊരു സാക്ഷ്യമാണിത്. ആരാധനയിൽ പോയി തൊട്ട്, കൈ തൊട്ട് ആരാധനയിൽ പോയി തൊട്ട്, വൈകുന്നേരത്തെ ശുശ്രൂഷയിൽ ആരാധനയിൽ പോയി തൊട്ട് ആ കൊച്ചിൻ്റെ അപ്പൻ്റെ കണ്ണിൽ കൊണ്ടുപോയി കൈവച്ചപ്പോൾ ആ കൊച്ചിൻ്റെ അപ്പൻ്റെ കണ്ണിന് കാഴ്ച കിട്ടിയെന്നാണ് ആ സാക്ഷ്യം പറയുന്നത്. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. വീണ്ടും എനിക്ക് സംശയമായി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിശ്വാസമില്ലല്ലോ, കർത്താവ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുള്ള ഒരു ധാരണ പോലും എനിക്കില്ല. പക്ഷേ ഞാൻ ചിന്തിച്ചു, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമോ, എന്നാൽ ശരി, അടുത്തൊരു സാക്ഷ്യം വെച്ചു. അപ്പോൾ സാക്ഷ്യങ്ങൾ ഇങ്ങനെ മാറി വന്നു. ഒരു 5-6 സാക്ഷ്യം കണ്ടപ്പോൾ കർത്താവ് ഒത്തിരി ഹീലിങ്ങും ഒത്തിരി മിറക്കിളും സംഭവിക്കുന്നതായി കർത്താവിൻ്റെ ഇടപെടലിലൂടെ കാണാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്നാൽ ഇതൊന്നും അറിയണമല്ലോ, ഇത് സത്യമാണോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ 2017 അപ്പോൾ സ്കൂൾ പൂട്ടാൻ പോകുന്ന സമയമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിലുണ്ട്, പുള്ളി പോലീസ് ഓഫീസറായിരുന്നു. അപ്പോൾ ആ പുള്ളീനെ ഞാൻ വിളിച്ചു. അപ്പോൾ ഇന്ന ധ്യാന കേന്ദ്രത്തിൽ, അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് കേരളത്തിലെ ധ്യാന കേന്ദ്രത്തിൽ, ഇങ്ങനെയൊക്കെയാണ് നടക്കണത്,
അത് വല്ല തട്ടിപ്പാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷേ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, "സുനിലേ, ഇതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. ഇവിടെ അങ്ങനെ കേരളത്തിൽ അങ്ങനെ തട്ടിപ്പൊന്നും നടത്താൻ പറ്റില്ല. വചനമാണ്. വചനം മാത്രമേ അവിടെ പ്രഘോഷിക്കുന്നുള്ളൂ. അപ്പോൾ ഈശോ തന്നെയാണ് അത് ചെയ്യുന്നതെന്ന്" ഒരു ഹൈന്ദവനായ ഒരു പോലീസ് ഓഫീസർ അത് പറയാനിടയായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, ഞാനും എൻ്റെ മക്കളും കൂടി എന്നാൽ കേരളത്തിൽ പോയി ഇതൊന്ന് പഠിക്കണമല്ലോ. ഇതിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും പറ്റുമോ എന്ന് നോക്കണമല്ലോ. എൻ്റെ അസുഖം മാറുമോ അതെന്താണെന്ന് നോക്കണമല്ലോ. അപ്പോൾ എൻ്റെ അപ്പൻ നാട്ടിലുണ്ട്. എൻ്റെ അപ്പനും നന്നായി മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ അപ്പനും എന്നെക്കാട്ടിയും കൂടുതൽ മദ്യപിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ ചെന്ന് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ ഈ സാക്ഷ്യം പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ ആ ധ്യാന കേന്ദ്രത്തിൽ ചെന്നു. അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ കാര്യം പറഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പന് ഒത്തിരി മദ്യപാനാ അച്ഛാ. അപ്പോൾ അപ്പൻ്റെ മദ്യപാനം ഒന്ന് നിർത്തണം. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അപ്പനൊന്ന് ധ്യാനം കൂടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു സഹോദരങ്ങളെ. അപ്പോൾ അപ്പന് ധ്യാനം കൂടാൻ ഒരവസരം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ പറഞ്ഞു, ബ്രദറും കൂടി ധ്യാനം കൂടുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് ധ്യാനം കൂടേണ്ട കാര്യമില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും കൂടാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാനെല്ലാം പെർഫെക്റ്റാണെന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ ഞാൻ നല്ല മദ്യപാനിയാണ്. നന്നായി മദ്യം എല്ലാ ദിവസവും മദ്യം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞു. അപ്പൻ മദ്യപിക്കും, കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ നമുക്ക് ഡേറ്റ് തന്നു. ഇന്ന ദിവസം ധ്യാനം തുടങ്ങും. 2 സീറ്റും പിന്നെ എൻ്റെ മക്കൾക്ക് 2 സീറ്റും 4 സീറ്റ് ഞങ്ങൾക്ക് അനുവദിച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, തിരിച്ചു വന്ന് അപ്പനോട് പറഞ്ഞു, "അപ്പോൾ ഞാൻ ധ്യാനം ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് പോകണം, ധ്യാനം കൂടണം" എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അതിനുശേഷം എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു കേരളത്തിൽ. ഞാൻ എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി തിരുവനന്തപുരം പോയി. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ മദ്യപിച്ചുകൊണ്ടിരുന്ന കസേരയിൽ നിന്ന് താഴെ വീണു. താഴെ വീണിട്ട് എന്ത് പറ്റി, ആൾക്ക് സ്ട്രോക്കായി. ആളെ തൃശ്ശൂരുള്ള സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി, വെൻറ്റിലേറ്ററിലായി. ബ്രെയിൻ ഡെത്തായി എന്നാണ് അന്ന് ഡോക്ടർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, "ഇനി ഒരു രക്ഷയില്ല, മരിക്കുകയുള്ളൂ. അപ്പോൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ, ഇനി ഒന്നും നോക്കാനില്ല" എന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസമായി, 3 ദിവസമായി. അപ്പോൾ എൻ്റെ അമ്മ അമേരിക്കയിലായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ നിന്ന് അമ്മ വന്നു, ഹോസ്പിറ്റലിൽ വന്നു. ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു. അപ്പനെ വീട്ടിൽ കൊണ്ടുപോകാം, ഇനി എൻ്റെ 2 ബ്രദേഴ്സും കൂടിയുണ്ട്, അവരെയോടെ വിവരറിയിച്ച് നമുക്ക് ശവസംസ്കാരം നടത്താം എന്ന് തീരുമാനിച്ചു. പക്ഷേ അപ്പനെ വീട്ടിൽ കൊണ്ടുപോയി. വെൻറ്റിലേറ്ററിലായിരുന്നു, ഓക്സിജൻ ഉണ്ടായിരുന്നു. നമ്മൾ റൂമിൽ കിടത്തി. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നിയത്, "ഓ, ധ്യാനം ബുക്ക് ചെയ്ത ഡേറ്റ് ആണല്ലോ നാളെ. ഇനി എന്തായാലും ഒരു 4-5 ദിവസം എടുക്കും ഇവർ വരാനും ശവസംസ്കാര ചടങ്ങ് നടത്താനും എല്ലാത്തിനും." അപ്പോൾ വീടെല്ലാം പെയിൻ്റ് അടിച്ചു, കല്ലറ മേടിച്ചു, ഇതെല്ലാം ചെയ്തു. സഹോദരങ്ങളെ, അപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിച്ചു, "ഞാൻ ധ്യാനത്തിന് പൊക്കോട്ടെ?" അപ്പോൾ അമ്മ പറഞ്ഞു, "പൊക്കോ, ഈ പിള്ളേരോടെ കൊണ്ടുപോയിക്കോളാൻ" പറഞ്ഞു. അപ്പോൾ എനിക്ക് മൂത്ത് 2 ആൺപിള്ളേരും ഇളയ ഒരു മോളുമാണ്. എൻ്റെ വൈഫിൻ്റെ പേര് പ്രിയ അമേരിക്കയിലാണ്, നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ടെക്സസ് സ്റ്റേറ്റിലെ ഡാളസിൽ. അപ്പോൾ ഞാനും എൻ്റെ 2 പിള്ളേരും കൂടിയാണ് ഇതിന് വന്നത്, ഇത് അറിയാനും. അപ്പോൾ അവർക്കന്ന് വെക്കേഷനായ കാരണം അവരോടെ ഞാൻ കൂടെ കൂട്ടി. എന്ത് പറഞ്ഞു, അമ്മ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, "എന്നാൽ ഞാൻ പൊക്കോളാം, നാളെ ധ്യാനത്തിന് പൊക്കോളാം." ഞാൻ ധ്യാനത്തിന് ചെന്നു. ഞായറാഴ്ച ധ്യാനം തുടങ്ങും, വെള്ളിയാഴ്ച തീരും. അപ്പോൾ വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ ശനി ഞായറായിട്ട് ശവസംസ്കാര ചടങ്ങ് ചെയ്യാമെന്നുള്ള ഒറ്റ ധാരണയിലാണ് ഞാൻ ധ്യാനത്തിന് പോകാൻ തീരുമാനിച്ചത്. അവിടെ ചെന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് 2 മണിക്ക് ധ്യാനം തുടങ്ങി. സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ ധ്യാനം തുടങ്ങി ഞാൻ റൈറ്റിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ടി വിയിൽ കണ്ട ഈ ചെറിയ പയ്യൻ, ആ കൊച്ച്, അപ്പൻ്റെ കണ്ണിൽ കൈവച്ച ആ കൊച്ച് എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുക, തൊട്ടപ്പുറത്ത്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതാ കൊച്ച് തന്നെയാണല്ലോ, ഈ കൊച്ച് തന്നെയാണല്ലോ. എനിക്ക് ആകെ അങ്ങ് കൺഫ്യൂഷനായി. ഞാൻ ടി വിയിൽ കണ്ട കൊച്ച് തന്നെയാണല്ലോ. പക്ഷേ കുർബാന കഴിഞ്ഞ് ഇൻ്റർവെല്ലിന് ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, മോൻ്റെ അപ്പനാണോ ഇങ്ങനെ കണ്ണിന് കാഴ്ചയില്ലാതെ ആരാധന സമയത്ത് ഈശോനെ തൊട്ട് കണ്ണിൽ വെച്ചപ്പോൾ കണ്ണിൻ്റെ കാഴ്ച കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചു പറഞ്ഞു, "അതേ ബ്രദറെ, എൻ്റെ അപ്പനാ. പക്ഷേ എനിക്ക് ഇന്നേ വരെ ഇവിടെ വന്ന് ധ്യാനം കൂടാൻ ഒരവസരം എനിക്ക് ലഭിച്ചില്ല. എപ്പോൾ ഇവിടെ വിളിച്ചാലും ഇവിടെ ബിസിയാ, സീറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുമായിരുന്നു. പക്ഷേ ഇന്നാണ് എനിക്ക് ഇവിടെ വരാനും ധ്യാനം കൂടാനും ഒരു അവസരം കിട്ടിയത്." സഹോദരങ്ങളെ, അന്ന് എനിക്കറിയില്ലായിരുന്നു അതിനെപ്പറ്റി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി
ഈശോ അവനെ അവിടെ കൊണ്ടുവന്നതാന്നുള്ളൊരു ധാരണ അന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യമായിരുന്നെങ്കിൽ എനിക്കറിയായിരുന്നു ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു. അന്ന് എനിക്കൊന്നും അറിയില്ല. ഒരു പ്രാർത്ഥനയും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞാൻ കിടക്കാൻ പോയി. അപ്പോൾ ഞാൻ കിടക്കാൻ പോയി. ഈ കൊച്ച് അതും വലിയൊരു അത്ഭുതം. ഈ കൊച്ച് കിടക്കുന്നത് എൻ്റെ കട്ടിലിൻ്റെ നേരെ മുകളിൽ. പക്ഷേ ഈ കൊച്ച് എപ്പോൾ വന്നൂന്ന് എനിക്കറിയില്ല. ഞാൻ വന്നു. നമ്മൾ ആദ്യം വരുന്നവർക്ക് പിന്നെ വലിയ ആൾക്കാർക്ക് താഴെയും കൊച്ചുങ്ങൾക്ക് മുകളിലുമാണ്. പക്ഷേ ഈ കൊച്ച് നേരെ എൻ്റെ മുകളിൽ. പക്ഷേ അവിടെ മിണ്ടാൻ പറ്റാത്ത കാരണം കൂടുതലൊന്നും നമുക്ക് ചോദിക്കാനോ പറയാനൊന്നും പറ്റിയില്ല. സൈലൻസ് കീപ്പ് ചെയ്യേണ്ട കാരണം അങ്ങനെ അവിടെ ഇരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ദിവസമായി. അപ്പോൾ അച്ഛൻ അവിടെ ധ്യാനത്തിന് വരുന്നവർക്ക് രോഗശാന്തി ലഭിക്കുന്നുണ്ട്, കൃപാവരം ലഭിക്കുന്നുണ്ട്, സ്തുതിക്കാനുള്ള കൃപ, ഓരോ 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 കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആകെ ഈശോയോട് ചോദിച്ചത്, എൻ്റെ അപ്പൻ വയ്യാതെ കിടക്കുന്നു, കർത്താവേ നീ എൻ്റെ അപ്പനെ സൗഖ്യമാക്കണേ. ഇത് മാത്രമായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ദിവസമായി. അപ്പോൾ മൂന്നാമത്തെ ദിവസം കുമ്പസാരം. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുമ്പസാരിച്ചിട്ടില്ല. കല്യാണത്തിന് പോലും ഞാൻ കുമ്പസാരിച്ചില്ല. ഞാൻ കള്ളം പറഞ്ഞു. 30 വർഷമായി ഞാൻ കുമ്പസാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പള്ളിയിൽ പോവുമെങ്കിലും കുമ്പസാരിക്കില്ല. കുർബാനയും സ്വീകരിക്കാറില്ല. കുർബാന സ്വീകരിച്ചാൽ കുമ്പസാരിക്കാത്തവരും പാപികളും ഈ കള്ളുകുടിക്കന്മാരൊക്കെ ഒരു പാപിയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ പാപികളൊന്നും കുർബാന സ്വീകരിക്കരുതെന്ന് ഒരു ധാരണ എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന കാരണം ഞാൻ കുർബാന സ്വീകരിക്കില്ല. പള്ളിയിൽ പോവും. അവിടുത്തെ കാര്യങ്ങൾ, കാപ്പി തകർത്ത് കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യും. അല്ലാതെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം നാളെ കുർബാന. അപ്പോൾ എനിക്കിതിൻ്റെ നാളെ കുമ്പസാരം ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, പലരിടത്തും ചോദിച്ചു ഇതെങ്ങനെ ചെയ്യാമെന്നൊക്കെ ചോദിച്ചപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു അവർക്കറിയില്ല, അവർ ആദ്യമായിട്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ചേട്ടൻ എൻ്റെ അത് പറഞ്ഞു തന്നു, നിൻ്റെ പാപങ്ങൾ നീ എഴുതി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പാപങ്ങളേ ഉള്ളൂ നമുക്ക്. പാപങ്ങൾ ഒരു 3 പേജ് പാപം എഴുതി. അങ്ങനെ സഹോദരങ്ങളെ ഞാൻ പോയി കുമ്പസാരിച്ചു. ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടി പോയി. അച്ഛൻ പറഞ്ഞു നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. കുമ്പസാരം കഴിഞ്ഞപ്പോൾ. കുമ്പസാരം ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അച്ഛനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ ഞാൻ വന്ന് കണ്ടു. അച്ഛനെ ഇപ്പുറത്ത് വന്ന് കണ്ട്. അപ്പോൾ അച്ഛൻ എന്നോട് കുറേ ഉപദേശങ്ങൾ തന്നിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഈശോ നിൻ്റെ എല്ലാ കാര്യത്തിലും ഈശോ ഇടപെടും, നീ ഈശോയ്ക്ക് വേണ്ടി നിൽക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വന്നു. അന്ന് രാത്രി ആരാധനയുണ്ട്. ബുധനാഴ്ചയായിരുന്നു. പിന്നെ വെള്ളിയാഴ്ച രാവിലെ തീരും. ബുധനാഴ്ച വൈകുന്നേരം അവിടെ വന്നു. അപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് ആരാധന സമയത്ത് ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീഴാൻ പോവുക. അപ്പോൾ എൻ്റെ പിള്ളേർ തൊട്ടടുത്ത് നിന്ന് എന്നെ നോക്കി. ഇനിയിപ്പോൾ പപ്പ മദ്യം എങ്ങാനും കൊടുന്ന് ഇൻ്റർവെല്ലിന് പോയി കുടിച്ചിട്ട് വന്നിട്ട് വീഴാൻ പോണതാണോ? എന്താണെന്ന് വെച്ചാൽ പപ്പയുടെ സ്വഭാവം മക്കൾക്കറിയാം, എപ്പോഴും മദ്യം വേണം. പക്ഷേ സഹോദരങ്ങളെ, എൻ്റെ കാല് നിലത്ത് ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ചെവിടിലൂടെ ഒരു കാറ്റ് വന്നടിച്ച് എന്നെ വീഴ്ത്തിയിടുന്ന പോലെയായിരുന്നു എൻ്റെ ആ സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം ഞാൻ കസേരയിൽ പിടിച്ച് ഇങ്ങനെ ഇരുന്നു അവിടെ. അങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ പപ്പ കുടിച്ചിട്ടൊന്നുമില്ല, പപ്പയ്ക്ക് തീരെ നിൽക്കാൻ വയ്യ, അപ്പോൾ ഇരിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം ആരാധന കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്ക് വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു കർത്താവ് മോനെ തൊടുന്നുണ്ട്. എസെക്കിയേൽ 36:26 അഭിഷേകമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ അച്ഛാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മോന് ബൈബിൾ ഒന്നും അറിയില്ല, അത് കാരണം അത് ബൈബിളിലെ ഒരു അധ്യായമാണ് എസെക്കിയേൽ 36, അതിലൊരു വാക്കാണ് 26. അപ്പോൾ ആ ഒരു കൃപയാണ് ഈശോ മോന് തന്നിരിക്കുന്നത്. മോൻ ധൈര്യമായിട്ട് പോയി. പിന്നെ ഒരു കാര്യം കൂടി അച്ഛൻ പറഞ്ഞു, വിശുദ്ധ അഗസ്തീനോസിൻ്റെ മാനസാന്തരം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അതാരാ അച്ഛാന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു അഗസ്തീനോസ് ആരാന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതൊന്നും ചേട്ടനെ ഇപ്പോൾ പറഞ്ഞാൽ ബ്രദറിന് ഇപ്പോൾ ലിമോന് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല, പിന്നെ ഈശോ തന്നെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സഹോദരങ്ങളെ ഞാൻ പോയി കിടന്നു. അതിനുശേഷം പിറ്റേ ദിവസം വ്യാഴാഴ്ച, പിറ്റേ ദിവസം തീരും. അപ്പോഴും എൻ്റെ ഹൃദയത്തിലുള്ള ഒരു കാര്യം, അപ്പനെ ഒരു ദിവസമെങ്കിലും ഒന്ന് എണീറ്റ് കാണണം, കർത്താവ് ഉണ്ടെന്നുള്ള വിശ്വാസം വരണം. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയില്ല. അപ്പോൾ ഒരു ക്രൂശിത രൂപം അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈശോയോട് പോയി ചോദിച്ചു, ഇങ്ങനെ ഒരു പൊട്ടനെ പോലെ ഞാൻ പോയി ഇങ്ങനെ ചോദിച്ചു, കർത്താവേ നിനക്ക് എൻ്റെ അപ്പനെ എണീപ്പിക്കാൻ പറ്റുമോ? ലാസറിനെ ഉയർപ്പിച്ചു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് എൻ്റെ അപ്പനെ ഒരു ദിവസം ഒന്ന് എണീപ്പിച്ചുകൂടെ? പിറ്റേ ദിവസം മരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. പിറ്റേ ദിവസം മരിക്കുന്നതുകൊണ്ടൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഒരു ദിവസം കർത്താവേ നീ എണീപ്പിക്കുക. എൻ്റെ ഒരു ആഗ്രഹമാണ്, നീ സ്റ്റിൽ ലൈവാണ്,
കർത്താവ് ഇന്നും ജീവിക്കുന്ന കർത്താവാന്ന് എനിക്ക് തിരിച്ചറിയണം എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ശാഠ്യം പിടിച്ചു പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ്, ഇനി ഞാൻ മദ്യപിക്കില്ല. ഞാൻ 3 ബാറ് കേരളത്തിൽ നടത്തുന്നുണ്ട്. 3 ബാറും ഞാൻ നിർത്തും. ഞാൻ 3 ബാറും നിർത്തും. ഇനി ഈശോയ്ക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യും. ഈശോയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. ഇത് പറഞ്ഞ് ഞാൻ പോന്നു. സഹോദരങ്ങളെ, വൈകുന്നേരം ആരാധന, പിറ്റേ ദിവസം ധ്യാനം ക്ലോസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞാലും ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിൽ ആൾക്കാർ വരും, സൺഡേ ശവസംസ്കാരമാണ്. അപ്പോൾ ആൾക്കാർ വരും, അച്ഛാ എനിക്ക് തിരക്കുണ്ട്, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഒരു ദിവസം കൂടിയേ ഉള്ളൂ, നാളെ രാവിലെ തീരും, നിനക്ക് പോവാലോ, വെള്ളിയാഴ്ച രാവിലെ തീരും, നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഓക്കെ അച്ഛാ, ഇന്നും കൂടി നിൽക്കാമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അന്നും വൈകുന്നേരം 7 മണിയായി, ആരാധന തുടങ്ങി, ലൈറ്റൊക്കെ അണച്ചു, ആരാധന തുടങ്ങി, ശക്തമായ പ്രാർത്ഥന. അപ്പോൾ എനിക്ക് ആകെ അറിയുന്ന ഒറ്റ പ്രാർത്ഥനയുള്ളൂ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞു, ഒത്തിരി പേര് ഇവിടെ ഒന്നും അറിയാത്ത മക്കളുണ്ട്, അവർ യേശു നാമം വിളിച്ച് അപേക്ഷിച്ചാൽ മതി. യേശു നാമത്തിനെ ശക്തിയുള്ളൂ, വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. യേശു നാമം വിളിച്ച് അപേക്ഷിച്ചാൽ കർത്താവ് തൊടുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഏറ്റവും ഒച്ചത്തിൽ യേശുവിനെ വിളിക്കുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആകെ അത് മാത്രമേ വിളിക്കാൻ അറിയുള്ളൂ. അപ്പോൾ യേശുവേ യേശുവേ എന്നുള്ള വിളി ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ ഒരു മെസ്സേജ് പറയുകയാണ്, കിടപ്പറയിൽ കിടക്കുന്ന ഒരു മകൻ യേശു തൊടുന്നു, ഇപ്പോൾ എണീറ്റ് നടക്കുന്നു എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ആ സമയത്ത് എൻ്റെ പിള്ളേർ പറഞ്ഞു, പപ്പ അത് നമ്മുടെ അപ്പച്ചനായിരിക്കും എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അപ്പോൾ ഓരോ മെസ്സേജും നമ്മൾ ക്ലെയിം ചെയ്യണം. അപ്പോൾ ആ മെസ്സേജ് എൻ്റെ മക്കൾ എൻ്റെ അപ്പന് വേണ്ടി ക്ലെയിം ചെയ്തു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആ സെയിം സമയം എൻ്റെ അപ്പൻ ഒരു വിഭ്രാന്തി പോലെ കാണിച്ച് ട്യൂബെല്ലാം വലിച്ചൂരി എണീറ്റ് നടന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ടച്ച് ചെയ്ത ഒരു കാര്യം.